ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കേരളം ഭരണ സംവിധാനം എന്ന ആ ഒരു ടോപ്പിക് നമ്മുടെ LDC സിലബസിലുള്ള ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട 3 SCRT പാഠഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 3 പാഠങ്ങളെ നമ്മുടെ SCRT പാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ആ 3 പാഠങ്ങൾ കൂടി ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ ആദ്യത്തെ പാഠം, അതായത് നമ്മളിവിടെ ക്ലാസ്സിൽ ആദ്യം എടുക്കുന്ന പാഠം 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ്. പിന്നെ 9ാം ക്ലാസ്സിൽ നിന്ന് 2 പാഠങ്ങൾ കൂടിയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ആദ്യം ഞാൻ 10ാം ക്ലാസ്സിലേക്ക് ഒരു പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്റർ ചൂസ് ചെയ്യാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിച്ച് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കേരളം ഭരണ സംവിധാനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള 3-4 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമ്മൾ ആദ്യം നോക്കുന്നത് 10ാം ക്ലാസ്സിലെ ഈ ഒരു 3ാമത്തെ പാഠമാണ്. അതിനുശേഷം 9ാം ക്ലാസ്സിൽ 2 അധ്യായങ്ങൾ കൂടി പഠിക്കുക. അപ്പോൾ അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു പാഠത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ഇന്ന് പഠിക്കുന്ന 3 പാഠങ്ങളിൽ നിന്നൊക്കെ PSC ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ വരുന്ന രീതിയും ഈ ഒരു SCRT പാഠഭാഗങ്ങൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ് പൊതുഭരണം എന്നതാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഇനി ഇവിടെ സ്ഥാപനങ്ങൾ, ചുമതലകൾ എന്ന് പറഞ്ഞൊരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്താണ് ചുമതല? ചികിത്സാ സൗകര്യം ഒരുക്കുന്നു, അല്ലെ? അതേപോലെ കൃഷിഭവൻ ആണെങ്കിലോ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ക്രമസമാധാനം പാലിക്കും. അപ്പൊ ഇതൊന്നും നമ്മൾ എന്താ പറയാ എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു വിട്ടെന്നേ ഉള്ളേ. പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളത് എൻ ഗ്ലാഡൻ പൊതുഭരണത്തെ പറ്റി പറഞ്ഞ ഒരു വാചകമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചോണം. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? എൻ ഗ്ലാഡൻ ആണ്. അല്ല, തിരിച്ചു ചോദിക്കാം, എൻ ഗ്ലാഡൻ പൊതുഭരണത്തെ പറ്റി എന്താ പറഞ്ഞത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇനി രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇതിനെ എന്തു പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പൊതുഭരണം, പിന്നെ നവ സാമ്പത്തിക പരിഷ്കാരം, അങ്ങനെയൊക്കെ ഓപ്ഷൻ വരും. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. പൊതുഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണം എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. സോ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം എന്താണ്? പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. ഏത്? ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അല്ലെ? ഇനി ഗവൺമെന്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും എന്താണ്? ഒരു ഭരണ സംവിധാനം ആവശ്യമാണ്. ഇനി അവിടെ വേറൊന്നും നോക്കാനില്ല, ആ ഒരു ഡെഫിനിഷൻ മാത്രമാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തതാണ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം. നോക്കുക, ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ മതി. പൊതുഭരണത്തിന്റെ പ്രാധാന്യം കണ്ടോ? ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, പൊതുഭരണത്തിന്റെ പ്രാധാന്യം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്, അല്ലെങ്കിൽ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത്തത് എന്താണ്? ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. രണ്ടാമത്തത് ജനക്ഷേമം ഉറപ്പാക്കുന്നു. മൂന്നാമത്തത് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. നാലാമത്തത് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. നോക്കാം. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. അപ്പൊ ഇപ്രകാരം പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. സോ ഇപ്രകാരം പറഞ്ഞത് ആരാണ്?
മഹാത്മാഗാന്ധിജിയാണ് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം. PSC പരീക്ഷകൾ ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഗവൺമെന്റിനെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. സോ പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവരിലൂടെയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ സേവനങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥരിലൂടെയാണ്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. എന്താണ്? രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും അതേപോലെ ഒരു പൊതുഭരണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. 2024 നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചോദ്യം നമുക്ക് ജസ്റ്റ് ഈ പാഠം വായിച്ചില്ലെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. നോക്കാം, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായ ചില സവിശേഷതകളുണ്ട്. അവ ഏതെല്ലാം എന്ന് പരിശോധിക്കാം. കണ്ടോ, ഈ സവിശേഷതകളാണ് പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത്തേതാണ് ശ്രേണീപരമായിട്ടുള്ള സംഘാടനം. എന്താണ് ശ്രേണീപരമായിട്ടുള്ള സംഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി. ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. സോ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒന്നാമത്തെ സവിശേഷതയാണ് എന്ത്? ശ്രേണീപരമായിട്ടുള്ള സംഘാടനം. അതായത് ഉയർന്ന തലത്തിലുള്ളത് ഒരു ഉദ്യോഗസ്ഥനാണ്, പിന്നെ താഴേക്ക് വരുംതോറും താഴെ തലങ്ങളിലേക്ക് വരുംതോറും എന്താണ്? കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു വില്ലേജ് ഓഫീസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? വില്ലേജ് ഓഫീസർ ഉണ്ടാവും, പിന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ച് അസിസ്റ്റന്റുമാരുണ്ടാവും, ക്ലർക്കുമാരുണ്ടാവും, അല്ലെ? അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥനാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത്, താഴേക്ക് വരുംതോറും എന്താണ്? ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടും. ഇനി അടുത്തതാണ് സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലെ? ഇത്ര വയസ്സ് വരെ ഉണ്ട്, അല്ലെ? ഇത്ര ഒരു വയസ്സ് വരെ എന്താണ്? അവർക്ക് അവരുടെ ജോലി ചെയ്യാം, ശേഷം വിരമിക്കും. അടുത്തതാണ് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അടുത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത. അതായത് എന്താണ്? ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് രാഷ്ട്രീയപരമായി നോക്കുവാണെങ്കിൽ എന്താണ്? അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. അടുത്തതാണ് വൈദഗ്ധ്യം. അതായത് ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? 5 പോയിന്റ്സ് ഉണ്ട്. ശ്രേണീപരമായിട്ടുള്ള സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയ നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഓക്കെ, അപ്പൊ അത്രയും സവിശേഷതകളാണ് അവിടെ പഠിക്കാനുള്ളത്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ വർഗീകരണം നമുക്കൊന്ന് പഠിക്കാം. നോക്കിക്കേ, അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, അതായത് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉണ്ട്, പിന്നെ കേന്ദ്ര സർവീസ് അതായത് സെൻട്രൽ സർവീസ് ഉണ്ട്, പിന്നെയോ സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ് ഉണ്ട്, അല്ലെ? നമുക്കറിയാം ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ IAS-ഉം IPS-ഉം പോലെയുള്ളത്, അല്ലെ? ഇനി കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ ജോലികളിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, റെയിൽവേ, ഫോറിൻ സർവീസ് ഒക്കെ എന്താണ്? കേന്ദ്ര സർവീസിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ PSC ഒക്കെ എന്താണ്? അതെല്ലാം സംസ്ഥാന സർവീസിന് കീഴിൽ വരുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ നോക്കിക്കോ, അഖിലേന്ത്യാ സർവീസ്. ഇതെന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു,
ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇപ്പൊ കേന്ദ്ര സർവീസിൽ നിയമിക്കപ്പെടാം, സംസ്ഥാന സർവീസിൽ നിയമിക്കപ്പെടാം. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, പിന്നെയോ ഇന്ത്യൻ പോലീസ് സർവീസ് IPS. ഇതെല്ലാം എന്താണ്? അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. അടുത്ത് നോക്കാം, കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ്. ഇതും എന്താണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അഖിലേന്ത്യാ സർവീസ് പോലെ തന്നെ ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അതാണ് പ്രത്യേകത. എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ സെൻട്രൽ ഫോറിൻ സർവീസ്, സെൻട്രൽ അല്ല, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതേപോലെ ഇന്ത്യൻ റെയിൽവേ സർവീസ്. അതെല്ലാം എന്തിന് ഉദാഹരണമാണ്? കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. അടുത്തതാണ് സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ് അല്ലെ. ഇതെന്താണ്? സംസ്ഥാന തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. സെയിൽസ് ടാക്സ് ഓഫീസർ ഒക്കെ എന്താണ്? സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിൽ വരുന്നതാണ്. പിന്നെയും ഒരുപാടുണ്ട് അല്ലെ. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് 3 രീതിയിലാണ് വർഗീകരിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ് ഉണ്ട്. അഖിലേന്ത്യാ സർവീസിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലേക്കോ സംസ്ഥാന സർവീസിലേക്കോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും ഒക്കെ ഒരു ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ആണ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് ആണ്. കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. പിന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. ദെൻ സംസ്ഥാന സർവീസോ സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ മാത്രമാണ് നിയമിക്കപ്പെടുന്നത്. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ ഒക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC ആണ് അല്ലെ. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതിക്കാണ് നിയമന അധികാരമുള്ളത്. ആരെയൊക്കെ? UPSCയുടെ കമ്മീഷനെയും അതേപോലെ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. ഇനി നിങ്ങൾക്കും കളക്ടർ ആകാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുവിടാം, അങ്ങനെ ഒന്നും പഠിക്കാനുള്ളതില്ല. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ്? ജില്ലാ കളക്ടറാണ്. IAS കേഡറിലുള്ളവരെയാണ് കളക്ടറായി നിയമിക്കുക. ഇതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. SCRT പറയുന്ന പോയിന്റ് ആയതുകൊണ്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. എന്താണ്? ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതായത് ഡിഗ്രിയാണ് ഈ ഒരു സിവിൽ സർവീസിന്റെ ബേസിക് യോഗ്യതയായിട്ട് വരുന്നത്. ഇനി മത്സര പരീക്ഷകളിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽ പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. സോ IASഉം IPSഉം സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയിലൂടെയാണ് എന്നുള്ള കാര്യം ഓർത്തേക്കുക. അടുത്ത സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു എന്താണ്? UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഇവിടെ PSCയുടെ ചെയർമാനെയും അതേപോലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ UPSCയും PSCയും എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്.
അവ ഏതെല്ലാമാണെന്ന് പരിശോധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ശ്രേണീപരമായിട്ടുള്ള സംഘാടന അല്ലെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോട് പിന്നെ കീഴിൽ എന്താണ് അതിലും കൂടുതലാണ് താഴെ വരുന്ന ഉദ്യോഗസ്ഥർ അല്ലെ. അപ്പോ ഈ ഒരു രീതി എന്താണ്, ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചില നടപടികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാണ് ഭരണ നവീകരണം. അതായത് ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണം എന്ന് അറിയപ്പെടുന്നു. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഇനി ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾ പരിചയപ്പെടാം. അപ്പൊ അതിലൊന്നാണ് ഇ ഗവേണൻസ്. അപ്പൊ ഇവിടെ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. അതായത് ഈ ഗവേണൻസിനെ കുറിച്ച് മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഏതാണത്? ഈ ഗവേണൻസ് ആണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? APJ അബ്ദുൽ കലാം ആണ്. ഇനി നോക്കിക്കേ, അക്ഷയ കേന്ദ്രത്തെ പറ്റി പറയുന്നത് നോക്കാവേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ കൈവരിച്ച പുരോഗതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് വായിച്ചു വിടാനുള്ളതേ ഉള്ളേ. അക്ഷയ കേന്ദ്രം നോക്കിക്കോ, ഈ ഗവേൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. സോ അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളെ ഈ സാക്ഷരരാക്കുക. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. സോ ഈ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ്. ഇനി അടുത്തത് അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ്, സുപ്രധാന നിയമങ്ങളിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതില് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇതിലുള്ളത് പഠിച്ചു വെക്കാം. ബാക്കി നിങ്ങൾ റാങ്ക് ഫയലോ മറ്റു സോഴ്സുകളോ ഒക്കെ നോക്കി തീർച്ചയായിട്ടും പഠിക്കുക. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണ്, അറിയാനുള്ള അവകാശം. കണ്ടോ, ഇവിടെ ഒരു വിവരാവകാശ അപേക്ഷയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരാം. വിവരാവകാശ കമ്മീഷനാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവിടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാവേ. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിവരാവകാശ നിയമം എന്നാണ് വന്നത്, വർഷം മാത്രം 2005 ഓക്കെ. ഇനി അടുത്തത്, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഏത് സംഘടനയാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഇത് എവിടുത്തെയാണ്, ഏത് സ്റ്റേറ്റിലെ സംഘടനയാണ്, എവിടുത്തെയാണ്? രാജസ്ഥാനിലെയാണ്. സോ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ, MKSS കേട്ടോ. അപ്പോൾ ഈ സംഘടനയാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. വിവിധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഇനി അഴിമതി നിയന്ത്രിക്കുന്നതും, ഈ ലക്ഷ്യങ്ങൾ ചോദിക്കാറുണ്ട്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു.
കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. സോ എന്തൊക്കെയാണ് പറയുന്നത്? അഴിമതി നിയന്ത്രിക്കുക, പിന്നെയോ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്യ ബോധം ഉണ്ടാക്കുക, പിന്നെയോ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, പിന്നെയോ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുക. ഇതെല്ലാമാണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. അടുത്തതാണ് വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റി പറയാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതല നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷനിൽ എന്താണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും, പിന്നെയോ 10ൽ കവിയാത്ത, അതായത് എന്താണ്? 10ൽ കൂടാൻ പാടില്ല, അതാണ് 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാവും. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അടുത്തത്, നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മേൽ എത്രയാണ്? 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ആ തുകയൊന്ന് ഓർത്തു വെച്ചേക്ക് കേട്ടോ. ഇനി ഇവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ നിന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നോക്കാം. ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകള്, രേഖകള്, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയ പൊതുവിവരത്തിൽ പെടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലതവണ ഇതിൽ നിന്ന് വിവരം ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇമെയിൽ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്നില്ല, അങ്ങനത്തെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഗവൺമെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകള്, പിന്നെയോ രേഖകള്, പ്രമാണങ്ങള്, സർക്കുലറുകള്, മെമ്മോകള്, ഉപദേശങ്ങള്, ഉത്തരവുകള്, കരാറുകള്, സ്ഥിതിവിവര കണക്കുകള്, റിപ്പോർട്ടുകള്, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകള്, മാതൃകകള്, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങള്, പിന്നെയോ ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഇമ്പോർട്ടന്റ് ആണ്, പൊതുവിവരത്തിൽ ഉൾപ്പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങള്, അതേപോലെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങള്, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാവുന്ന വിവരങ്ങളൊന്നും എന്താണ് വെളിപ്പെടുത്തേണ്ടതില്ല. ഇനി അടുത്തതാണ് സേവനം അവകാശം എന്ന് പറഞ്ഞ ഹെഡിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ. സേവന അവകാശ നിയമം പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് സേവന അവകാശം നോക്കാം. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചു കാണുന്ന ബോർഡാണിത്. എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. സോ സേവന അവകാശ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമത്തിനെയാണ് സേവന അവകാശ നിയമം എന്ന് വിളിക്കുന്നത്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും.
പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ ചിലത് പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ്, ലോക്പാലും ലോകായുക്തയും. നോക്കിക്കോ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ ലോക്പാലും ലോകായുക്തയും എന്താണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന്, എന്തിനു വേണ്ടിയിട്ടാണ്? അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ഇനി ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിട്ടുള്ളതാണ് ലോക്പാല്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അപ്പോ അഴിമതി തടയുന്നതിന് രണ്ട് രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഒന്നെന്താണ്? ലോക്പാലാണ്. മറ്റൊന്ന് എന്താണ്? ലോകായുക്തയാണ്. ലോകായുക്തയാണ്. ഇതില് ലോക്പാൽ എന്ന് പറയുന്നത് എന്താണ്? ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള അഴിമതി തടയാൻ വേണ്ടിയിട്ടാണ്. ദേശീയ തലത്തിലുള്ള അഴിമതി തടയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ലോകായുക്തയോ സംസ്ഥാന തലത്തിലുള്ള അഴിമതി തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിക്കൊള്ളുക, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ഇത് ലോക്പാല്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. ഇനി സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോകായുക്ത. ഇതിന് രണ്ടിനും എന്താണ്? കോടതി നടപടികളുടെ രീതിയാണ് ഇതിന് രണ്ടിനും ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. അടുത്തതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നോക്കിക്കേ, എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. കണ്ടോ, ഇവിടെ തന്നിട്ടുണ്ട്. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപപ്പെടുത്തിയ സ്ഥാപനം ഏതാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. 1964 ഇത് നിലവിൽ വന്നത്. എന്നാണ്? 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പൊ എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. അപ്പൊ തലപ്പത്ത് എന്താണ്? ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും. പിന്നെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസർമാരുണ്ടാവും. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാം, ഓർത്തു വെച്ചോണേ. വിജിലൻസ് കോടതികളും എന്താണ്? നിലവിലുണ്ട്. അടുത്തതാണ് ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണെന്ന് കണ്ടല്ലോ. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ഓർത്തു വെച്ചോണേ, സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോർട്ട് ജഡ്ജിനെയാണ് എന്തായിട്ട് നിയമിക്കുന്നത്? ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജനങ്ങൾക്ക് എന്താണ്? നേരിട്ട് ഓംബുഡ്സ്മാനെ പരാതി ബോധിപ്പിക്കാവുന്നതാണ്. ഇനി പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. അപ്പോൾ ബാങ്കിംഗ് രംഗത്ത് എന്താണ്? ഓംബുഡ്സ്മാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ ഈ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച കാര്യങ്ങൾ ഇവിടെ പറയുന്നത് പൊതുഭരണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പഠിച്ചു, ഉദ്യോഗസ്ഥ വൃന്ദത്തെ പറ്റി പഠിച്ചു, ഭരണ നവീകരണത്തെ പറ്റി പഠിച്ചു. അല്ലെ, ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ വരുന്നത്, അതായത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ
വൃന്ദത്തിൽ വരുന്നത് അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ് ഉണ്ട്. ഭരണ നവീകരണത്തിലാണ് ഇ ഗവേണൻസ്, അറിയാനുള്ള അവകാശം, അതായത് വിവരാവകാശ നിയമത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ സേവന അവകാശം, അതേപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ലോക്പാല്, ലോകായുക്ത, ഓംബുഡ്സ്മാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്. 2023-ലും 2022-ലും ഒക്കെ PSC ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പൊതുഭരണം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠമാണ് പഠിച്ചത്. ഇനി 9ാം ക്ലാസ്സിൽ വരുന്ന 2 പാഠഭാഗങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വരുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ ആ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവേ. സോ 9ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നോക്കാനുള്ളത് 7ാമത്തെ പാഠമാണ്, സുരക്ഷിതമായ നാളേക്ക് എന്നതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഒന്ന് ഓർത്തിരുന്നിക്കുക. അതായത് ഇവിടെ പി വത്സലയുടെ നെല്ല് എന്ന കൃതിയിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ഒരു വയനാടൻ പരിസ്ഥിതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആ നോവലിൽ പറയുന്നുണ്ട്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നെല്ല് പി വത്സലയുടെ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കറണ്ട് അഫേഴ്സിലും ഒക്കെ അവാർഡ് കിട്ടി, പി വത്സലയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്തൊക്കെ അത് കറണ്ട് അഫേഴ്സിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നെല്ല് പി വത്സലയുടെ ആണ് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത നമുക്കിവിടെ നോക്കേണ്ടത്, നോക്കിക്കേ, പുതുമണ്ണ് തേടിപ്പോയ മുൻ തലമുറയുടെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥകൾ പറയുന്ന കാസർഗോഡിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, അത് ജസ്റ്റ് കാസർഗോഡിൻ്റെ പ്രദേശങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ പിന്നെ ഇടുക്കിയിലെ പ്രദേശങ്ങളും കണ്ണൂരിലെ പ്രദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ പ്രദേശങ്ങൾ ഓരോരോ ജില്ലയുടെ ഏത് ജില്ലയുടെ ആണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ്. അപ്പോൾ കാസർഗോഡിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? എല്ലുകോച്ചി, രാജപുരം, റാണിപുരം. ഇപ്പോൾ കാസർഗോഡിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ എല്ലുകോച്ചി, രാജപുരം, റാണിപുരം. ഇനി കണ്ണൂരിൻ്റെ മലം പ്രദേശങ്ങളാണ് ഇരിട്ടി, പേരാവൂർ, ആറളം. പിന്നെ ഇടുക്കിയിലെ കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലൊക്കെ ഏതാണ്ട് ഇതുപോലെ തണുപ്പും കോടമഞ്ഞും പൊതിഞ്ഞു നിൽക്കുന്ന പരിസ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ കാസർഗോഡ്, അതേപോലെ കണ്ണൂരിലെ, ഇടുക്കിയിലെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ എന്താണ്? തണുപ്പും കോടമഞ്ഞും പൊതിഞ്ഞു നിൽക്കുന്ന പരിസ്ഥിതിയാണുള്ളത്. തേയില, സുഗന്ധവിളകൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്ന മേഖലയാണ് ഇവിടം എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ട്, അതായത് ആ പരിസ്ഥിതിയിലെ വൈവിധ്യങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. ഇപ്പം മരുഭൂമി, അതേപോലെ തന്നെ നമ്മുടെ കുട്ടനാട് പോലെയുള്ള സമുദ്ര നിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, പിന്നെ തണുപ്പ് അല്ലെങ്കിൽ മഞ്ഞ് കട്ടകളൊക്കെ ഉള്ള അത്തരത്തിലുള്ള പ്രദേശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളുണ്ട് എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. പൊടി പറത്തിക്കൊണ്ട് നിരന്തരം മണൽക്കാറ്റ് വീശുന്ന വരണ്ട മരുഭൂമികളിലെ ജനജീവിതം എങ്ങനെയാണ്? അറേബ്യൻ മരുപ്രദേശങ്ങളിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിക്ക് ആ പ്രദേശത്തെ കാലാവസ്ഥയുമായി ഏറെ ബന്ധമുണ്ട്. ജലലഭ്യത നന്നേ കുറവായിരുന്നതിനാൽ ഇവിടെ കൃഷി പൊതുവെ കുറവാണ്. എങ്കിലും ഇവിടം ഇന്ന് ഏറെ ജനസാന്ദ്രതമാണ്, സമ്പന്നവുമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. എന്തുകൊണ്ടാണ്? പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം, ജനസാന്ദ്രത കൂടാനുള്ള കാരണമാണ്. അടുത്ത, സമുദ്രനിരപ്പിനും താഴെ സ്ഥിതി ചെയ്യുന്ന കരപ്രദേശങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏതാണ്? നമ്മുടെ കുട്ടനാട് അതിനുദാഹരണമാണ്. ലോകത്ത് തന്നെ അത്യപൂർവമാണ് നമ്മുടെ കുട്ടനാടിൻ്റേത് പോലുള്ള ഭൂപ്രകൃതി. കായലുകൾക്കും മറ്റും വെള്ളക്കെട്ടുകൾക്കും ഇടയിൽ ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ അത്യധ്വാനത്തിലൂടെ ചെളി കോരി ഉയർത്തിയെടുത്ത നിലങ്ങൾ, നെല്ലും തെങ്ങും താറാവ് വളർത്തലുമൊക്കെയായി ഒരു സവിശേഷ ജീവിതമാണ് ഇവിടെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പറയുന്നത് കണ്ടോ, മഞ്ഞുറഞ്ഞ സിബീരിയൻ മേഖലയുടെ ചിത്രം, ഇവിടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിമിതമായ വിഭവങ്ങളും കഠിനമായ കാലാവസ്ഥയുമാണ് ഇവിടെ ജനജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ അവിടെയും ജനങ്ങൾ വസിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മനുഷ്യർ അവരുടെ ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്നും ജസ്റ്റ് പഠിക്കാനുള്ളതൊന്നും ഇല്ല കേട്ടോ.
അതേപോലെ പരിസ്ഥിതി സംരക്ഷണം എന്തിന്, അവിടെയും നമുക്ക് പഠിക്കാനുള്ളതൊന്നുമില്ല. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. വെറുതെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വായിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സമഗ്രയിൽ നിന്ന് ഈ ഒരു പുസ്തകം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് നാച്ചുറൽ ഹസാർഡ്സ്, അല്ലെങ്കിൽ എന്താണ് പ്രകൃതിക്ഷോഭങ്ങൾ. നോക്കിക്കേ, ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും കേട്ടോ, ഇതിനൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ പറഞ്ഞിട്ടുണ്ട്. കാറ്റ്, തിരമാല, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, സുനാമി, പേമാരി, ഉരുൾപൊട്ടൽ, ഹിമപാതം, കടലാക്രമണം, ഭൂകമ്പം, മഴ, ഇതെല്ലാം എന്താണ്? പ്രകൃതിക്ഷോഭങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് ആ ഒരു പ്രകൃതി ദുരന്തങ്ങളെ പറ്റി പറയുന്നുണ്ട്. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ്? പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് പ്രകൃതി ദുരന്തങ്ങൾ. നോക്കിക്കേ, ഇവിടെ അതിന് മുന്നോടിയായിട്ട് പറയുന്നുണ്ട്, മനുഷ്യന് അപായകരമായി മാറുമ്പോഴാണ് അവ ദുരന്തമായി മാറുന്നത്. അന്റാർട്ടിക്കയിൽ ഒരു മഞ്ഞുമല ഇടിഞ്ഞാലോ ജനവാസമില്ലാത്ത മരുഭൂമിയിൽ ഭൂകമ്പം ഉണ്ടായാലോ അത് ദുരന്തമായി പരിഗണിക്കാറില്ല, അവ എത്ര കനത്തതായാലും. എന്നാൽ ജനനിബിഡമായ ഒരു താഴ്വരയിലാണ് അത്തരം ഒരു പ്രതിഭാസം ഉണ്ടാകുന്നെങ്കിൽ അത് ദുരന്തമാണ്. അപ്പോൾ ഒരു ദുരന്തം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിദത്തമായ കാരണങ്ങൾ കൊണ്ട് ദുരന്തം ഉണ്ടാകുന്നത് ഒരു ജനനിബിഡ താഴ്വരയിലോ അല്ലെങ്കിൽ മേഖലയിലോ ഒക്കെ ആയിരിക്കണം. അത്തരത്തിലുള്ളതിനെയാണ് ഒരു ദുരന്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ പ്രകൃതി ദുരന്തത്തിനെ പറ്റി പറയുവാണ്. അപ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുഴലിക്കാറ്റ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ആലിപ്പഴ വർഷം, വരൾച്ച, ഇടിമിന്നൽ, സുനാമി, വെള്ളപ്പൊക്കം, ഹിമപാതം, ഹിമാഘാതം, ഇതെല്ലാം എന്താണ്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. സോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും മുമ്പ് നമ്മൾ പഠിച്ചല്ലോ, നാച്ചുറൽ ഹസാർഡ്സ് പ്രകൃതിക്ഷോഭങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്കിവിടെ നോക്കാനുള്ളത് പ്രകൃതി ദുരന്ത സാധ്യതകൾ കേരളത്തിൽ. അതൊക്കെ ജസ്റ്റ് വായിച്ചുവിടാനുള്ളതുള്ളൂ കേട്ടോ, ഞാൻ ഇവിടെ വായിക്കുന്നില്ല, കാര്യം അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പൊ ഇനി പഠിക്കാനുള്ളത് എന്താണ് ഉരുൾപൊട്ടൽ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. അപ്പോൾ ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ എന്താണ്? ഒരുപാട് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ ജലം എന്ത് ചെയ്യും? മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തും. ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാക്കും. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിന് ഇത് കാരണമാകുന്നു. ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഇതൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാം. നമ്മൾ ഓരോ തവണ പ്രളയമൊക്കെ വരുന്ന സമയത്ത് വാർത്തകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇനി മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം ഇതേ തുടർന്ന് വൻ ചാലുകളായി ഒഴുകാൻ തുടങ്ങും. ഈ നീരൊഴുക്ക് മിക്കപ്പോഴും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവസാനിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ ഇത് സ്ഥിരം നീർച്ചാലായി മാറാറുമുണ്ട്. മലമ്പ്രദേശങ്ങളിലെ നീർച്ചാലുകളിൽ പലതും ഇങ്ങനെ രൂപം കൊള്ളുന്നവയാണ്. നീർച്ചാലുകളുടെ നിരന്തര അപരദത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന താഴ്വരകൾ കാലാന്തരത്തിൽ വലുതാകും. ഇത്തരത്തിൽ ഭൂപ്രദേശങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമാണ് നീർച്ചാലുകളുടെ രൂപം കൊള്ളൽ എന്ന് ശാസ്ത്രലോകം കരുതുന്നു. അപ്പം ഒന്ന് ഓർത്തു വെച്ചേക്കുക, എന്താണ്? ഭൂപ്രദേശങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമാണ് നീർച്ചാലുകളുടെ രൂപം കൊള്ളലിന് കാരണമാവുന്നത് എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് എന്തൊക്കെയാണ് കുന്നിൻ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ? നമുക്കറിയാവുന്നതൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. കുന്നിൻ്റെ വശങ്ങൾ ഇടിച്ച് മണ്ണെടുക്കൽ, പിന്നെ കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ മണ്ണിന് ഇളക്കം തട്ടുന്ന വിളകൾ കൃഷി ചെയ്യൽ, പിന്നെയോ ചെരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്. ഇതൊക്കെയാണ് അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇനി അതേപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സ്ഥലപരിമിതി എന്നത് കേരളം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30% ചെരിവ് കൂടിയ പ്രദേശങ്ങളാണ് താനും. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് വല്ല സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാം. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30%, എത്രയാണ്? 30%-ലധികവും എന്താണ്? ചെരിവ് കൂടിയ പ്രദേശങ്ങളാണ്.
ഇനി അടുത്തത് ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികളെ പറ്റി പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. കുന്നിൻ ചെരിവുകളെ തട്ടുകളാക്കി ചെരിവിന്റെ അളവ് കുറയ്ക്കുക, മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുക, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ശാസ്ത്രീയമായ രീതികളിൽ ഭൂമി വിനിയോഗിക്കേണ്ട രീതികൾ. ഇനി അടുത്തത് വെള്ളപ്പൊക്ക ഭീഷണിയും എന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെയുള്ള ജസ്റ്റ് എന്താണ് വെള്ളപ്പൊക്കം, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒരു ജനറലായിട്ട് പറയുവാണ് കേട്ടോ. മഴക്കാലത്ത് ധാരാളമായി വെള്ളം ഒഴുകിയെത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത്തരം അവസ്ഥയിൽ നദി കര കവിഞ്ഞൊഴുകും. ഇതാണ് വെള്ളപ്പൊക്കം. ഹിമാലയൻ നദികളിൽ വിശേഷിച്ചും ബ്രഹ്മപുത്ര നദിയുടെ താഴ്വാരങ്ങളിൽ നിരന്തരം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ഈ നദിയുടെ വൃഷ്ടി പ്രദേശങ്ങൾ പൊതുവെ കനത്ത മഴ ലഭിക്കുന്ന ഇടങ്ങളായതിനാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. താഴ്വാരങ്ങളിൽ മാത്രമല്ല മലമ്പ്രദേശങ്ങളിലും പൊടുന്നനെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. അപ്പം മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്. സമീപകാലത്ത് ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം ഇതിനുദാഹരണമാണ്. മരുഭൂമികളിലും അപൂർവമായ മഴയെ തുടർന്ന് ഇത്തരം പ്രതിഭാസം ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ 2018 നമ്മുടെ കേരളത്തിൽ നടന്ന ആ ഒരു മഹാപ്രളയത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. അതായത് നമ്മുടെ എങ്ങനെയായിരുന്നു ഉണ്ടായത്, ഏതൊക്കെ ജില്ലകളെയാണ് കൂടുതൽ ബാധിച്ചത്, കണ്ടോ? ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങിയ 10ഓളം ജില്ലകളെ പ്രളയം അതിശക്തമായി ബാധിച്ചു. പിന്നെ എന്താണ് ആ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളേ. ഇനി അടുത്തത് ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ. അപ്പൊ അവിടെ തൊട്ട് നമുക്കൊന്ന് നോക്കിയിരിക്കേണ്ടതുണ്ട്. അതിൽ നോക്കിക്കേ, പ്രകൃതി ദുരന്തങ്ങളെ നേരിടാമെന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കണ്ടോ? ഇത് അങ്ങനെ ചോദിച്ച് കാണാറില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒറ്റ തവണ ഒന്ന് വായിച്ചു വെച്ചേക്കുക. അതായത് ഈ ഒരു ക്ലാസ് ഒന്ന് കേട്ട് പോയാൽ മതി കേട്ടോ. അതായത് വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവർത്തിക്കേണ്ട നടപടികളാണ് ഫ്ലോ ചാർട്ടിലുള്ളത്. വെള്ളപ്പൊക്കം ആണെങ്കിൽ എന്താണ്? പുഴയോരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക. പിന്നെയോ, ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. പിന്നെ വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അടുത്തത് ഉരുൾപൊട്ടലാണെങ്കിലോ കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. ചരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുക്കളാകുക. ഇനി ഇടിമിന്നലാണെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. കാൽ നിലത്ത് തൊടാതെ തടിക്കട്ടിലോ പലകമേലോ ഇരിക്കുക. തുറസായ സ്ഥലത്താണെങ്കിൽ താടി കാൽമുട്ടുകളിൽ മേൽ എന്ന തരത്തിൽ ഇരിക്കുക. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ഇനി സുനാമി ആണെങ്കിലോ കടലിൽ അസാധാരണമായി എന്തെങ്കിലും മാറ്റങ്ങളോ അത് സംബന്ധമായ മുന്നറിയിപ്പോ ലഭിച്ചാൽ എത്രയും വേഗം തീരത്തു നിന്ന് മാറുക. ലൈഫ് ജാക്കറ്റ്, വായു നിറച്ച ട്യൂബ് എന്നിവയിൽ ഏതെങ്കിലും ഒപ്പം കരുതുക. ഇനി ഭൂകമ്പമാണെങ്കിലോ വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, പരസ്യ പലകകൾ എന്നിവയുടെ സമീപത്ത് നിന്ന് മാറി നിൽക്കുക. തുടർ ചലന സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുന്നതുവരെ വീടുകളിലേക്ക് മടങ്ങരുത്. തുറസായ പ്രദേശങ്ങളാണ് സുരക്ഷിതം. ലിഫ്റ്റ് ഉപയോഗിക്കരുത്. മൂലകളാണ് വീടിനുള്ളിലെ സുരക്ഷിതമായ ഭാഗം. ജനലരികിൽ നിന്ന് മാറുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. പൊതു നടപടികൾ. പരിക്കേറ്റവർക്ക് എത്രയും വേഗം വൈദ്യസഹായം എത്തിക്കുക. ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. വിലപിടിപ്പുള്ള വസ്തുക്കൾ, രേഖകൾ എന്നിവ മാത്രം ഒപ്പം കരുതുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അത്യാവശ്യ മരുന്നുകൾ കരുതുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ വരുമ്പോൾ എടുക്കേണ്ട പൊതു നടപടികൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരേ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരേ ഒരു ഭാഗം ഇതാണ്, ദുരന്ത നിവാരണത്തിനുള്ള സർക്കാർ സംവിധാനങ്ങൾ. ഇതാണ് നമ്മുടെ എക്സാമിലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നോക്കാം. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്. KSDMA. നോക്കിക്കേ, അതിന്റെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പോൾ എന്താണ്? കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള ചുമതല ആർക്കാണ്? കേരള സംസ്ഥാന
ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്. അതോറിറ്റിയുടെ കീഴിൽ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. സോ എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. ഇത് ഏതിന് കീഴിലുള്ളതാണ്? ഈ KSDMA കീഴിലുള്ളതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ, ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു. ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല ഉള്ളത്. അപ്പോൾ ഓരോ പ്രദേശത്തെയും അല്ലെങ്കിൽ അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ളത് ആർക്കാണ്? അത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ്. ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ കേന്ദ്രങ്ങൾ വഴിയാണ്. ദുരന്തമുണ്ടാകാനിടയായാൽ ആരോഗ്യം, ക്രമസമാധാനം, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdma.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളെ അവിടെ ഉള്ളൂ കേട്ടോ. ഇനി വേറൊന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതില്ല. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 9ാം ക്ലാസ്സിൽ തന്നെ വരുന്ന 9ാമത്തെ പാഠമാണ് നല്ല നാളേക്കായി. ഓക്കെ, അപ്പോൾ ഇതിലും കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളേ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് സാമൂഹ്യ പ്രശ്നത്തെ പറ്റി ചില സമൂഹ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന അവരുടെ നിർവചനങ്ങളാണ്. അതൊന്ന് നോക്കാം. ആദ്യത്തേത്, സാമൂഹ്യ ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹ്യ നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹ്യ പ്രശ്നം. ഇങ്ങനെ പറഞ്ഞത് റോബർട്ട് മെർട്ടൺ ആൻഡ് റോബർട്ട് നിസ്ബറ്റ് ആണ്. അപ്പം എന്താ പറഞ്ഞത്? സാമൂഹ്യ ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹ്യ പ്രശ്നം. അടുത്തത്, ലെൻബർഗ് സാമൂഹ്യ പ്രശ്നത്തിനെ പറ്റി പറഞ്ഞ് ശ്രദ്ധിക്കാം. സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായിട്ടുള്ള നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹ്യ പ്രശ്നമായി കണക്കാക്കുന്നത്. എന്താണ്? സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹ്യ പ്രശ്നമായി കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് രണ്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ അകത്ത് ദാരിദ്ര്യം, പാർപ്പിട പ്രശ്നം, വൃദ്ധജനങ്ങളുടെ അനാഥത്വം, കൗമാര കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളേ. അപ്പോൾ ആദ്യം നമുക്ക് ദാരിദ്ര്യത്തിനെ പറ്റി നോക്കാം. ജീവിതം, ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മയാണ് ദാരിദ്ര്യം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. ജീവിതം, ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക ബാങ്കിന്റെ 2015 കണക്കുകൾ പ്രകാരം, അപ്പോൾ ഈ 2015 ആണെങ്കിലും ഇത് കറണ്ട് അഫയേഴ്സിലൊന്നും വരാൻ സാധ്യതയില്ലെങ്കിലും SCERT പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഡേറ്റിൽ 2015 അല്ലെങ്കിൽ 2011 ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ലോക ബാങ്കിന്റെ 2015 കണക്കുകൾ പ്രകാരം 702 ദശലക്ഷം മനുഷ്യർ ലോകത്ത് ദരിദ്രരാണ്. ദാരിദ്ര്യം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിൽ 5-ൽ ഒരാൾ ജീവിക്കുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിൽ 5-ൽ ഒരാൾ ജീവിക്കുന്നത് എന്താണ്? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. ഇനി ആസൂത്രണ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 22% ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. എത്ര ശതമാനം ജനങ്ങളാണ്? 22% ജനങ്ങൾ. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാറുണ്ട്. അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്
ഇന്ത്യയുടെ സ്ഥാനം 2023 ഇന്ത്യയുടെ സ്ഥാനം 111 കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 111. എത്ര രാജ്യങ്ങൾ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ 125 രാജ്യങ്ങളിലാണ് കേട്ടോ. 125 രാജ്യങ്ങൾ 111 സ്ഥാനമാണ് 2023 ഇന്ത്യക്കുള്ളത്. ഇത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് PSC ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി അടുത്തത് തൊഴിലില്ലായ്മയെ പറ്റി പറയുവാണേ. തൊഴിലില്ലായ്മ എന്നത് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നമാണ്. ജനങ്ങളിൽ ഒരു വിഭാഗം ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ തൊഴിൽ കണ്ടെത്തുമ്പോൾ ലോകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ അതിന് കഴിയാത്തവരാണ്. പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മയുടെ പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ പ്രദേശത്തും കാണാനാവും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര പേരാണ് തൊഴിൽ തേടി കേരളത്തിലേക്ക് എത്തുന്നത്? ഇപ്പം എന്താണ്, കേരളത്തിൽ നിന്ന് തൊഴിൽ തേടി അന്യരാജ്യങ്ങളിലേക്കും ഒക്കെ ആളുകൾ പോകുന്നുണ്ട്. അപ്പം തൊഴിലില്ലായ്മ ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അടുത്തത് പാർപ്പിട പ്രശ്നം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ പാർപ്പിടം. പാർപ്പിടത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. പാർപ്പിടമില്ലായ്മ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നമാണ്. ഒരു വ്യക്തിക്കും കുടുംബത്തിനും ആരോഗ്യകരമായ രീതിയിൽ ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു വീടുണ്ടാവുക എന്നത് പൗരന്റെ അവകാശത്തിൽപ്പെടുന്നു. അപ്പം എന്താണ് അത്? പൗരന്റെ ഒരു അവകാശമാണ്. സുരക്ഷിതത്വവും അനുയോജ്യവുമായ വാസസ്ഥലം കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ് പാർപ്പിടമില്ലായ്മ. സോ ദാരിദ്ര്യത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു, തൊഴിലില്ലായ്മ ഒരു സാമൂഹ്യ പ്രശ്നമാണെന്ന് പറഞ്ഞു, പാർപ്പിട പ്രശ്നം പറഞ്ഞു. അടുത്തതാണ് വൃദ്ധജനങ്ങളുടെ അനാഥത്വം. ഇവിടെ ഈ ഒരു കാര്യം ഓർത്തേക്ക്, ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒക്ടോബർ 1 എന്താണ്? ലോക വൃദ്ധ ദിനമാണ്. സോ ലോക വൃദ്ധ ദിനം എന്നാണ് ഒക്ടോബർ 1 എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. നമ്മുടെ നാട്ടിൽ അനാഥരായ വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അണുകുടുംബങ്ങളുടെ വർധനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി നഗരങ്ങളിലേക്കുള്ള താമസം മാറലും കാരണം വൃദ്ധജനങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന പരിചരണമോ പരിഗണനയോ ലഭിക്കാതെ വരുന്നു. ഇത് അവരുടെ അനാഥത്വത്തിന് കാരണമാകുന്നു. സ്നേഹമില്ലായ്മ, അംഗീകാരമില്ലായ്മ, ഒറ്റപ്പെടൽ, അനിശ്ചിതത്വ ബോധം, സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വൃദ്ധർ. ഇത് അവരിൽ പലവിധ ആന്തരിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു. അവരുടെ അനാഥത്വം സമീപകാലത്ത് ഒരു പൊതു പ്രശ്നമായി വളരുകയാണ്. ഇതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത്. സോ വൃദ്ധജനങ്ങളുടെ അനാഥത്വം ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്നോർക്കുക. പിന്നെ അടുത്തതാണ് സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ, ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി കൊടുക്കൽ, കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കൽ, പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തൽ, ഇതെല്ലാം എന്താണ്? സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ അല്ലെങ്കിൽ അതിക്രമങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തതാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. എന്താണ്? അതും ഒരു സാമൂഹ്യ പ്രശ്നമാണ് കേട്ടോ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. പുകയില, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ആദ്യമൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാമെന്ന് കരുതുന്നവർ വൈകാതെ അതിന് കീഴടങ്ങും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് എന്താണ് സാമൂഹ്യ പ്രശ്നം, ഇത് താഴെ തന്നിട്ടുള്ളതിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ഏത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നരുത് എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്താണ്? ഒരു സാമൂഹ്യ പ്രശ്നമാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തതാണ് കൗമാര കുറ്റകൃത്യങ്ങൾ. കുട്ടികൾക്കിടയിലെ കുറ്റകൃത്യങ്ങളും ഇന്ന് വലിയ സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൗമാര കുറ്റകൃത്യങ്ങളായാണ് കണക്കാക്കുന്നത്. സോ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നത്? 18 വയസ്സിന് താഴെയുള്ളതാണ്. ഇവർ കൗമാര കുറ്റാരോപിതർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പല കാരണങ്ങളും, അതായത് കുട്ടികൾ കുറ്റവാളികളായി തീരാനുള്ള പല കാരണങ്ങളും ഇവിടെ പറയുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം, ലഹരിയുടെ ഉപയോഗം, ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം, സാമൂഹിക മൂല്യങ്ങളുടെ തകർച്ച. പിന്നെ കൗൺസിലിംഗ് സെന്ററിനെ പറ്റിയും അതേപോലെ ജുവനൈൽ കോടതിയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് നോക്കാം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികാസത്തിനും കുടുംബത്തിന് പ്രധാന പങ്കാണ് വഹിക്കാനുള്ളത്. കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും കുടുംബത്തെ സഹായിക്കാനും കൗൺസിലിംഗ് സെന്ററുകൾക്ക് കഴിയും. പിന്നെ എന്താണ് ജുവനൈൽ കോടതി? കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ജുവനൈൽ കോടതികൾ. സോ കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട കോടതികൾ അറിയപ്പെടുന്നത് ജുവനൈൽ കോടതികൾ എന്നാണ്. മറ്റു കോടതികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിന്റെ പ്രവർത്തനം. ഇനി ചൈൽഡ് ലൈനെ പറ്റി പറയുന്നുണ്ട്. PSC പലതവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു മേഖലയാണ്, നോക്കിക്കൊള്ളുക. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ, അതാണ് നോട്ട് ചെയ്യേണ്ടത്, ഇന്ത്യ ഗവൺമെന്റിന്റെ
മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് എന്ത് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസറായ ജീറോ ബില്ലി മോറിയാണ് 1996 ബോംബെയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്. അതും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് എന്താണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസറായ ജീറോ ബില്ലി മോറിയാണ് 1996 എവിടെയാണ്, ബോംബെയിൽ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്. സോ ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത് എവിടെയാണ്, ബോംബെയിലാണ്. വർഷം എന്നാണ് 1996 ആരാണ് സ്ഥാപിച്ചത്, ജീറോ ബില്ലി മോറിയാണ്. പിന്നീട് 1998-99 ഇതിന്റെ പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് രാജ്യവ്യാപകമാക്കി. ടോൾ ഫ്രീ നമ്പറായ 1098. അപ്പം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ എത്രയെന്നുള്ളത് 1098 ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഏത് സമയത്തും സേവനം ലഭ്യമാണ് ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ. അപ്പോൾ ആ നമ്പറൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്താണ്, കുട്ടികളിലെ പ്രശ്നങ്ങളും കണ്ടെത്താനും വിശകലനം ചെയ്യാനുമുള്ള സംവിധാനമാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്. അടുത്തത് കൗൺസിലിംഗ് സെന്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കേന്ദ്രമാണ് കൗൺസിലിംഗ് സെന്റർ. അടുത്തത് സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി പറയുകയാണെ. വിവര സാങ്കേതിക രംഗത്ത് ഇന്ന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അറിവിന്റെ ഏതറ്റം വരെ പോകാനും നിമിഷങ്ങൾ മതി. ഇന്റർനെറ്റ് സൗകര്യം നേരിട്ടോ അല്ലാതെയോ ഉപയോഗപ്പെടുത്താത്തവർ ഇന്ന് വിരളമായിരിക്കും. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ടാബുകൾ, TV തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ് വിവരശേഖരണത്തിനും വിനോദത്തിനുമായി ഉപയോഗപ്പെടുത്തുന്നത്. പൊതുജനങ്ങളിൽ ചിലർ വിവരസാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യാറുണ്ട്. വിവരസാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വ്യക്തികളുടെ സാമൂഹ്യ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും നിരവധി പ്രശ്നങ്ങൾ കാരണമായി തീരാറുണ്ട്. വിവരസാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനമായ സൈബർ സെൽ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ, സൈബർ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തേക്കുക. അടുത്തതാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. നാടിന്റെ സമ്പത്താണ് കുട്ടികൾ. അവർക്ക് ഭക്ഷണം, വിദ്യാഭ്യാസം, പരിഗണന, സ്നേഹം തുടങ്ങിയ ലഭ്യമാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭാവിക്ക് ദോഷകരമാണ്. കുട്ടികൾക്കെതിരെ നിരവധി അതിക്രമങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ഓക്കെ, അപ്പം എന്താണ്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും എന്താണ്, ഒരു സാമൂഹിക പ്രശ്നമാണ്. ഓക്കെ, അപ്പം ഓരോ സാമൂഹ്യ പ്രശ്നങ്ങളെ പറ്റി ഇവിടെ ഒന്ന് പറഞ്ഞു, അത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പാർപ്പിട പ്രശ്നം, വൃദ്ധജനങ്ങളുടെ അനാഥത്വം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കൗമാര കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, കുട്ടികൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ. പിന്നെ ഞാൻ ഇടയ്ക്ക് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ചൈൽഡ് ലൈനിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. സോ അപ്പം നമ്മൾ 3 പാഠങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സുപ്രധാന നിയമങ്ങളുടെ ആ ഒരു ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പാഠങ്ങൾ, അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു പൊതുഭരണം എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിച്ചല്ലോ, ആ പാഠമൊക്കെ അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ, പൊതുഭരണം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2005 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഓരോ പ്രസ്താവനകളും നോക്കിക്കേ. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ശരിയാണ് അല്ലേ. അതേപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാവും. ഞാൻ ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു, ശ്രദ്ധിക്കണം, എന്താണ് 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം അല്ലേ. ഇനി അതേപോലെ തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. നമ്മൾ പറഞ്ഞു, ഓരോ ദിവസവും അല്ലെ 250 രൂപ വീതമൊക്കെ ഈടാക്കാവുന്നതാണ്. ഇനി കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അതും നമ്മൾ ആ ഒരു ബോക്സിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കണ്ടതാണ് അല്ലേ. സോ ഇവിടെ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ?
നോക്കിക്കേ, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ് അല്ലേ, നമ്മൾ കണ്ടതാണ്. അതേപോലെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് എന്താണ്, IAS അല്ലേ. ഇതെന്താണ്, ഒരു അഖിലേന്ത്യാ സർവീസാണ്. അതും ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നത് ശരിയാണോ? തെറ്റായിട്ടുള്ള പ്രസ്താവന. സോ ഈ 3 ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത്. അതായത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ശ്രദ്ധിക്കണേ, ഏജൻസി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ B ആണ് അല്ലെ, സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ D ആണ്, ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. കണ്ടോ, വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തത് കണ്ടോ? കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സേവന അവകാശ നിയമം നമ്മൾ പഠിച്ചല്ലേ. സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. പിന്നെയോ, അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. അടുത്തത്, എല്ലാ ഓഫീസുകളും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അതൊക്കെ നമ്മൾ SCRT എടുത്ത് പറഞ്ഞ കാര്യമാണ് അല്ലേ. സോ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്ത നോക്കിക്കേ, ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSC എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ് അല്ലേ. ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അത് തെറ്റായിട്ടുള്ള പ്രസ്താവന. കാരണം നമ്മൾ ആ SCRT പാഠത്തിൽ പഠിക്കുന്നുണ്ട് UPSCയും അതേപോലെ PSCയും ഒക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അത് ശരിയാണോ? അല്ല. ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ്. സോ അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ തെറ്റ് പ്രസ്താവനകൾ വരുന്ന ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാമേ. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അതായത് നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത്. നിയമിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണോ അവിടെയാണ് സിവിൽ സർവീസ് അല്ലെ, സംസ്ഥാന സിവിൽ സർവീസിലുള്ളവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തോ രാജ്യത്തിനകത്തുള്ള മറ്റേതെങ്കിലും സ്ഥലത്തോ ഉള്ള കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ്. അതേപോലെ അനുവദിക്കപ്പെടുന്ന പ്രത്യേക സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു, താൽക്കാലികമായി കേന്ദ്രത്തിലേക്ക് അയക്കപ്പെടാവുന്നത് എന്നുള്ള പ്രസ്താവനയും തെറ്റാണ്. ഇന്ത്യൻ ദൗത്യത്തിന് വേണ്ടി വിദേശത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതും തെറ്റാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്, അക്ഷയ കേന്ദ്രമാണ്. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഇതും നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. ശരിയാണ് അല്ലെ. കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു. ആ പ്രസ്താവന ശരിയാണോ? അല്ല, തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏവയെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, 1ഉം 4.
4 അതായത് ഫയലുകൾ പറ്റും, അതേപോലെ ലോഗ് ബുക്കും പറ്റും. കോടതി പരിഗണനയിലുള്ള കാര്യങ്ങൾ പറ്റുമോ? ഇല്ല. രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, ഇതിപ്പോൾ ഞാൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇതിൽ പലതും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. കാര്യം അത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.